അപ്പവും ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് ഹോൾസ് ഫോം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഈ ദോയുടെ ബാറ്ററൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷുഗേഴ്സ് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? ഫെർമെൻറ്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഫെർമെൻറ്റേഷൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണ്. വൺ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അനദർ വൺ ഈസ് ആൽക്കഹോൾ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് ഈ ഫെർമെൻറ്റേഷൻ്റെ റിസൾട്ടായിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അരച്ചു വെക്കുമ്പോൾ കുറച്ച് മാത്രമുള്ള ബാറ്റർ എന്ന് പറയുന്നത് വീണ്ടും ഡബിളായിട്ട് മാറാനുള്ള കാരണം. രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് സ്റ്റിർ ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസ് ഇവോൾവ് ആവുകയും ദോ പഴയതുപോലെ സെറ്റിൽ ആവുകയും ചെയ്യും. ഇനി നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ്? ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഹീറ്റ്, അതായത് ചൂടടിക്കുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിനകത്ത് ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ദോയിൽ ഈ ഹോൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും അപ്പോൾ ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വെക്കണം എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഹോൾസ് ഉണ്ടാകുന്നത് കേട്ടോ.